ഷോയുടെ മറ്റൊരു കലക്കൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഞാൻ സബാൻ സൂര്യ. എന്നാലും ഇടയ്ക്ക് പുതിയ ആൾക്കാർക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കണം. കൂടി അതുകൊണ്ട് എന്തായാലും എല്ലാവർക്കും അറിയാം, ഭയങ്കര മഴ ഇങ്ങനെ എല്ലായിടത്തും വെള്ളമൊക്കെ നിറയാണ്. എന്തോ മഴ ഇങ്ങനെ ഭയങ്കര വാശി തീർക്കുന്ന പോലെ പെയ്യുന്നു അല്ലേ? ഒരു ഈവനിങ്ങിന് ശേഷം ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നു, നേരം വെളുത്തേക്കും ഭയങ്കര ചൂട്. എന്തോ നമുക്കൊന്നും മനസ്സിലാകാത്തൊരു കാലാവസ്ഥ. രാത്രി ഉറങ്ങാൻ വേണ്ടിട്ടാവും. അപ്പൊ ഇന്നൊരു ഉപദേശമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മാഗസിനിൽ വായിച്ചൊരു കാര്യമാണ്. രാത്രിയിൽ ഇത് അമ്മമാരോടും അപ്പന്മാരോടും ഉള്ള ഉപദേശമാണ്. മക്കൾ രാത്രിയിൽ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുന്നു, ആണായാലും പെണ്ണായാലും ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുന്നു, പഠിക്കാൻ കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടി പുറത്തു പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പുറത്തു പോകുമ്പോൾ മസ്റ്റായിട്ട് അന്വേഷിക്കുക അവരെവിടെ പോകുന്നു, എന്തിനു പോകുന്നു എന്നുള്ളത്. കാരണം ഒരുപാട് പ്രശ്നങ്ങൾ, മയക്കുമരുന്നായിട്ടും നിശാ ക്ലബ്ബുകളൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മക്കളെ കാത്തിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം സൂക്ഷിക്കുക, കെയർ ചെയ്യുക, മക്കളുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. വേണ്ടേ? 100%. കാരണം ഒരുപാട് അബദ്ധങ്ങളിലേക്കും ചീത്തകളിലേക്കും പോയി എല്ലാവരും ചാടുന്നു. അതിൽ നിന്ന് നിങ്ങൾ വിചാരിച്ചാൽ മാത്രമേ അവരെ പിന്തിരിപ്പിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഗോസിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? അപ്പൊ നമുക്ക് ഗോസിപ്പ് സ്റ്റാർട്ട് ചെയ്യാം. ഓ, ഒരു കാര്യം കേട്ടോ. എന്താണ് കേട്ടത്? ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. അല്ല, ഇതൊരു സ്പെഷ്യൽ കാര്യമാണ്, നീ കേട്ടിരിക്കേണ്ട ഒരു കാര്യം. ആണോ? ഞാൻ വിചാരിച്ചു നീ ഒരു കാര്യം കേട്ടത് ഞാൻ പൊട്ടണമെന്നല്ല കേൾക്കാതിരിക്കാനായിട്ട്. കാര്യം എന്താന്ന് വെച്ചാലേ, നമ്മുടെ പോൺ സ്റ്റാർ ഇല്ലേ, സണ്ണി ലിയോൺ. എനിക്കത് കാരണം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വളരെ ആവേശത്തോടെയും ആഗ്രഹത്തോടെയും നോക്കുന്ന ഒരു വ്യക്തിയാണ്. പറഞ്ഞത് എന്താ പ്രശ്നം? സണ്ണി ലിയോൺ ഒന്നും പറ്റിയെന്ന് പറയരുത്. സണ്ണി ലിയോണൊന്നും പറ്റിയിട്ടില്ല. ഓക്കെ, എന്താ സംഭവം എന്ന് വെച്ചാൽ, സണ്ണി ലിയോന്റെ കൂടെ ഇനി ആരഭിനയിക്കണമെങ്കിലും ആ ഫുൾ ക്രൂ, ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ആ സിനിമയിലെ ഫുൾ ക്രൂ അവരുടെ HIV, അവർക്ക് എയ്ഡ്സ് ഇല്ല എന്ന് കാണിച്ചുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. ഭയങ്കര കഷ്ടമായി പോയി. ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. ഇതുകൊണ്ട് സണ്ണി ലിയോനെ വെച്ച് പടം എടുക്കാനിരുന്ന ഡയറക്ടർമാരും പ്രൊഡ്യൂസർമാരൊക്കെ കുടുങ്ങിയിരിക്കുകയാണ്. സർട്ടിഫിക്കറ്റ് തപ്പി പോകുന്നത്. നമുക്ക് പിള്ളേരോട് പറഞ്ഞിട്ട് ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്താലോ? ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ്, അതിന് കുറെ ഫോർമാലിറ്റീസ് ആണല്ലേ? എന്തായാലും ജിസം 2 എന്ന പടത്തിന്റെ വർക്കിനിടയിൽ സണ്ണി ലിയോൺ പറഞ്ഞു, ഫസ്റ്റ് മൂവി ആയിരുന്നു ജിസം 2, നായകന്മാര് രണ്ടുപേരും HIV ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് കൊണ്ടുപോവാ, എന്നിട്ട് വേണമെങ്കിൽ അഭിനയിക്കാം എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, പുള്ളിക്കാരത്തി പറയുന്നൊരു കാര്യമുണ്ട്, പുള്ളിക്കാരത്തിന്റെ എല്ലാ പടങ്ങളിലും ഇഴുകി ചേർന്നുള്ള അഭിനയമാണ്. പിന്നെ അതുമല്ല, പുള്ളിക്കാരത്തിനെ വെച്ചിട്ടാണ് അവര് കാശുണ്ടാക്കുന്നത്. സിമ്പിൾ ആയിട്ട് പറയാലോ. അത് മാത്രമല്ല, അപ്പൊ ഇഴുകി ചേർന്ന് അഭിനയിക്കുമ്പോൾ എനിക്ക് HIV ടെസ്റ്റ് ഉള്ള സർട്ടിഫിക്കറ്റ് കിട്ടണം, ഇല്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കും. ഒരിക്കലും അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ബിക്കോസ് എന്താണെന്ന് അറിയോ, ഒരു വ്യക്തിക്ക് ഒരു രോഗമുണ്ടാകുക, അത് പബ്ലിക്കായിട്ട് വിളിച്ചു പറയാ. ഞാൻ പറയട്ടെ, ഇങ്ങനെ വാശി പിടിച്ച് സണ്ണി ലിയോൺ താമസിക്കാതെ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു പോകും. 100%. ഏതെങ്കിലും ഒരു ഡയറക്ടർ, ഇപ്പം നമ്മുടെ സൽമാൻ ഖാനോടോ അല്ലെങ്കിൽ ഷാറുഖ് ഖാനോടൊക്കെ പോയിട്ട് സർട്ടിഫിക്കറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുണ്ടാവില്ല. പിന്നെ ഈ സണ്ണി ലിയോൺ എന്ന് പറഞ്ഞ ആൾക്കാർ ഇൻഡസ്ട്രിയിലേ ഉണ്ടാവില്ല. ബിക്കോസ് ഇത്രയും വലിയ സണ്ണി ലിയോൺ എന്ന് പറയുന്നത് ഇപ്പം ഏതാണ്ട് പോൺ ആക്ടർ ആയിരുന്ന വ്യക്തിയാണ്. വിട്ടുകളയാൻ പാടില്ല. പോൺ ആക്ടർ ആയിരുന്ന വ്യക്തിയാണ് ഇപ്പൊ പറയുന്നത് എനിക്ക് HIV സർട്ടിഫിക്കറ്റ് വേണം. അവർക്കത് പറയാൻ പാടില്ല. ഇപ്പൊ ഒരു പോൺ ആക്ടർ അല്ല, ആയിരുന്നല്ലോ. അപ്പൊ അവർക്ക് അവരുടെ ഹെൽത്തിനെ കുറിച്ചും അതിനെ കുറിച്ചും ഗുരു എന്ന് പറയുന്നത് ഇതിനാണ്. മനസ്സിലായോ കൊച്ചു കൊച്ച? എന്തായാലും ഇങ്ങനെ ഒരു പ്രശ്നം അരങ്ങേറി ആകെ പേടിച്ചറിഞ്ഞിരിക്കുകയാണ് എല്ലാവരും. എന്തായാലും സൂര്യകുട്ടിക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് നമുക്കൊരു പാട്ട് കേട്ടിട്ട് സണ്ണി ലിയോണിന്റെ തന്നെ ഒരു തകർപ്പൻ കലക്കൻ പാട്ട് കേട്ടിട്ട് വരാം. നീ ഒരു കാര്യം ഇത് കേടുന്ന പോലെ എനിക്ക് അങ്ങോട്ട് സന്തോഷം സഹിക്കാൻ പറ്റില്ല. അത്രയും സന്തോഷിക്കാൻ മാത്രം എന്ത് കാര്യം? നീ സണ്ണി ലിയോണിനോട് അഭിനയിക്കാൻ പോവാ? അയ്യേ, അഭിനയിക്കാൻ കിട്ടുമോ എന്തായാലും? ഇതൊന്നുമല്ല കാര്യം. നമ്മുടെ മലയാളത്തിലെ അടിപൊളി നമുക്ക് ഇഷ്ടമുള്ള ഒരു ആക്ടർ, നമ്മുടെ തമിഴിലെ സൂപ്പർ സ്റ്റാർ. തമിഴിലെ സൂപ്പർ സ്റ്റാർ ഒന്നെങ്കിൽ സൂര്യ. അതന്നെ, സൂര്യന്റെ കൂട്ടത്തിൽ അഭിനയിക്കാൻ പോകുന്നു. നമ്മുടെ തമിഴിലെ സൂപ്പർ സ്റ്റാറിനോട് നമ്മുടെ മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ അഭിനയിക്കാൻ പോകുന്നു, ഇന്ദ്രജിത്ത്.
ഇന്ദ്രജിത്തോ സൂര്യന്റെ കൂടെ ഇന്ദ്രജിത്തിന്റെ ഫോട്ടോസ് കാര്യമായിട്ടും ഫേസ്ബുക്കിൽ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഇന്ദ്രജിത്തും സൂര്യയും കൊണ്ട് നിൽക്കുന്നത്. എല്ലാവരും അതൊക്കെ കണ്ട് ഭയങ്കര സന്തോഷിച്ചിരിക്കും. പക്ഷെ അല്ല അല്ലെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താ പ്രശ്നം? അല്ലെന്ന്. ഇതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ദ്രജിത്തിന്റെ സൂര്യന്റെയും രണ്ടുപേരുടെയും 2 പടങ്ങൾ ഒരേ സ്ഥലത്ത് ഷൂട്ട് നടക്കുകയായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഇന്ദ്രജിത്തിന് സൂര്യയെ കണ്ടപ്പം ഭയങ്കര ആഗ്രഹം ഫോട്ടോ എടുക്കുന്നു. ഒരു ഫോട്ടോ എടുത്തു, ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തു. ബുദ്ധിയില്ലാത്ത മണ്ടന്മാർ അത് വിചാരിച്ചു ഇവര് തമ്മിൽ പടം നടക്കുവാണ്. ഇത് തന്നെ ആ ബുദ്ധിയില്ലാത്ത മണ്ടികൾ മാറ്റി സോറി അങ്ങനെ വിചാരിച്ചു. അതാണ് തെറ്റിദ്ധരിക്കപ്പെട്ടവർ അതങ്ങ് മാറ്റിയത്. രണ്ടുപേരും പടങ്ങളല്ല, രണ്ടുപേരും ചുമ്മാ ഒന്ന് ഫോട്ടോ 2 സ്റ്റാറുകൾ ഒരുമിച്ച് ഒരു ഫോട്ടോ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലേ? ഇപ്പം എന്നെ കണ്ടേ ഇറങ്ങി സൂര്യ പറയാറുണ്ട് ഫോട്ടോ എടുക്കുന്നത് ഫോട്ടോ എടുക്കുന്നത്. പക്ഷെ ഞാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. കാരണം നമ്മൾക്ക് സ്റ്റാറുകളല്ലേ. എന്തായാലും നമുക്ക് ഈ ഗോസിപ്പ് അടിപൊളിത് വേണ്ട. എനിക്ക് പറയാനുള്ള കേൾക്കണം. ഞാൻ ഫോൺ എടുക്കുമ്പോഴേക്കും എന്റെ ഫോണിന്റെ മുന്നിൽ വന്ന് ഫോട്ടോ കൂടി എടുക്കുമെന്ന് ചോദിക്കുന്നത്. എന്റെ ഫേസ്ബുക്കിൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. എന്റെ ഫേസ്ബുക്കിൽ ചെക്ക് ചെയ്താൽ എല്ലാവർക്കും മനസ്സിലാവും. എന്തായാലും സൽമാനെ അല്ല സൽമാനെ. അതെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഒരു ബന്ധമുണ്ട്. സൽമാൻ ഖാൻ ഒന്നും ഞാൻ സൽമാൻ ഖാൻ വേണ്ട, അത് പറയാൻ പോലും കിട്ടുന്നില്ല. ഓക്കെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ സൽമാൻ ഖാന്റെ കിക്ക് മൂവി കണ്ടായിരുന്നു നീ? ഞാൻ കണ്ടിരുന്നു. എന്റെ പൊന്നെ, അതിലൊരു സീനില്ലേ സൽമാൻ ഖാൻ ട്രെയിനിന്റെ മുന്നിൽ കൂടി ഭയങ്കര സ്ലോ മോഷനിൽ നടന്നു പോകുന്നൊരു സീൻ കണ്ടിട്ടുണ്ടോ? ആ സീൻ ഒരു ആരാധകൻ ചെയ്തെന്ന് അതേപോലെ. ചില മണ്ടത്തരങ്ങൾ എപ്പോഴും കാണിക്കും. ഇല്ലട, ചത്തതൊന്നുമില്ല. ആ മൂവിയിലെ സെയിം പെർഫെക്ഷനോട് അതേപോലെ തന്നെ അത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താന്ന് വെച്ചാൽ ആ സെയിം ഒരു എഫക്റ്റ് ഒന്നും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ലടാ. പക്ഷെ ഈ മണ്ടന്മാരൊക്കെ വിചാരിക്കും ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കണം, സിനിമയിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഒറിജിനൽ അല്ല. അതങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് കിടന്നിട്ട് നമ്മുടെ സൂപ്പർമാനൊക്കെ ഇറങ്ങിയ സമയത്ത് ഏതാണ്ട് ഒരു കുട്ടി കെട്ടിടത്തിന് മുകളിൽ നിന്ന് സൂപ്പർമാൻ രക്ഷിക്കുന്നു പറയുന്നത് താഴോട്ടെടുത്തിയാണ്. കുട്ടി രക്ഷപ്പെട്ടു, മുകളിലോട്ട് പോയി. ഇതാണ് പറയുന്നത്, സിനിമയിൽ കാണുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ വേറെ സംഭവത്തിൽ കാണുന്ന കാര്യങ്ങളോ നിങ്ങൾ അത് ഭയങ്കര ട്രെയിനിങ്ങിലും അത് മാത്രമല്ല അത് ആർട്ടിഫിഷ്യൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ. ഓക്കെ, പക്ഷെ എന്തായാലും ഈ ആരാധകൻ ചെയ്ത സംഭവം കിടിലായിട്ട് യൂട്യൂബിലിട്ടു, നല്ല ലൈക്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആള് ക്ലിക്കായി. ചെയ്യാൻ താല്പര്യം എനിക്കില്ല, കാരണം ഞാൻ മണ്ടനല്ല. കാരണം ഞാൻ എന്നെ സ്നേഹിക്കുന്നു. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്ന് അറിയാം, നമ്മളെ സ്നേഹിക്കണം. നമ്മൾ ട്രെയിനിന് മുമ്പിൽ അങ്ങനെ ഇപ്പൊ സൂര്യ ഏറ്റവും കൂടുതൽ ഏത് ആളുടെ ഫാനാണ്? പറഞ്ഞു അക്ഷയ് കുമാർ. അക്ഷയകുമാറാണോ ബെസ്റ്റ്? അക്ഷയകുമാർ 10 നില കെട്ടിടത്തിന് മുകളിൽ ചുമ്മാ എടുത്ത് ചാടും. അങ്ങനെ സൂര്യൻ ചാടും. കൂടുതൽ ഇഷ്ടം ഷാറൂഖ് ഖാനെയാണ്. ഇതാണ് കാര്യം. സ്വന്തം എല്ലാവരെയും സ്നേഹിക്കും. അപ്പൊ നമുക്ക് ഈ ഗോസിപ്പിന് ഒരു പാട്ട് കാണാം. ഓക്കെ, അപ്പൊ നമുക്കൊരു പാട്ട് കണ്ടിട്ട് പെട്ടെന്ന്